ശബരിമല ലാഹ പാതയിൽ പുലിയുടെ സാന്നിധ്യം. ശബരിമലയിൽ നിന്ന് മടങ്ങിയ വാഹനത്തിലെത്തിയവരാണ് പുലിയെ കണ്ടത്. റോഡിലൂടെ നടന്ന് പുലി കാട്ടിൽ കയറിപ്പോയി. ഇന്നലെയായിരുന്നു സംഭവം. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ പറയൂ. രോഹിണി, അതായത് ഈ നിലയ്ക്കൽ കഴിഞ്ഞ് തിരിച്ച് ലാഹയിലേക്ക് വരുന്ന വഴിയുള്ള വനപാതയിലാണ് ഇത്തരത്തിൽ പുലിയെ റോഡിന് നടുവിൽ കാണുന്ന സംഭവം ഉണ്ടായത്. ശബരിമലയിൽ ഇന്നലെ നട അടച്ചതിന് ശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ പോയ മേൽശാന്തിയുടെ സഹായികളായിട്ടുള്ള ആളുകൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലാണ് ഇത്തരത്തിൽ പുലി പ്രത്യക്ഷപ്പെട്ടത്. കാട്ടിനുള്ളിൽ നിന്ന് പുലി റോഡിലേക്ക് ഇറങ്ങി വരികയും തുടർന്ന് റോഡിൽ കൂടി നടന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോവുകയും അതിനുശേഷം കാട്ടിലേക്ക് തന്നെ തിരികെ കയറി പോവുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇവർ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വനപാതയിൽ ഇത്തരത്തിൽ ആളുകളുടെ മുന്നിൽ പുലി പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പുലിയൊക്കെ ഉള്ള മേഖല തന്നെയാണ്, അത് വനമേഖലയാണ്. അവിടെയാണ് എന്തായാലും ഇത്തരത്തിൽ വാഹനത്തിന് മുന്നിൽ പുലി പ്രത്യക്ഷപ്പെട്ടത്. എന്തായാലും ആരെയും ഉപദ്രവിക്കാനും ഒന്നും തന്നെ നിൽക്കാതെ തിരികെ കാട്ടിലേക്ക് തന്നെ തിരികെ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും നമുക്ക് അവരിൽ ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബാക്കി തുടർ പരിശോധനകളൊക്കെ വനംവകുപ്പ് നടത്തും. എന്തായാലും വനമേഖല ആയതുകൊണ്ട് തന്നെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടതാണ്. എന്തായാലും ആരെയും ഒന്നും ഉപദ്രവിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഇതുവരെ കാര്യങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ലാഹയിൽ വനവാസികളായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന മേഖലയുണ്ട്, ആ ഭാഗത്തല്ല. അതിന് കുറച്ച് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ പുലിയെ കണ്ടതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ആളുകൾക്ക് ഈ ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.